ചാൾസ് ഫിന്നി, അത് കഴിഞ്ഞു വന്ന മനുഷ്യനാണ് ആമേൻ ആമേൻ ജോൺ വെസ്ലി, അത് കഴിഞ്ഞിട്ട് നാം കാണുന്ന ആത്മമണ്ഡലത്തിൽ ആമേൻ പ്രശോഭിച്ചു നിന്ന മനുഷ്യനാണ് ജോർജ് മുള്ളർ. ആമേൻ ഇന്ന് രാത്രി ദൈവത്തിന് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. എൻ്റെ പ്രാർത്ഥനാ മുറികളിൽ കർത്താവ് ആരെന്ന് ചോദിക്കുന്ന ഈ തലമുറയുടെ പൗലോസുമാരെവിടെയാണ്? ഒരു പറ്റം ജനത്തെ തികഞ്ഞവരാക്കാൻ പ്രാർത്ഥനയിൽ ആത്മമണ്ഡലത്തെ പോരാടി തോൽപ്പിക്കുന്ന ഈ തലമുറയുടെ എപ്പഫ്രാസുമാരെവിടെ? കേൾക്കുന്നുണ്ടോ ആ ചോദ്യം? യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ പരിചയമുണ്ടെന്ന് ഭൂതങ്ങൾ വിറച്ചുകൊണ്ട് പറയത്തക്ക തരത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ പോരാടാൻ തയ്യാറാകുന്ന ആമേനൊരു പൗലോസിനെ ഇതിന്റെ അകത്തു ദൈവത്തിന് കാണാൻ കഴിയുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നമ്മൾ വേഗത്തിൽ ചിന്തിച്ച ഈ വചനഭാഗങ്ങൾ സാധാരണ നടത്തിവരുന്ന പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രാർത്ഥന നടത്തണമെന്നൊരു തോന്നൽ ഹൃദയത്തിൽ തന്നവർക്ക് കണ്ണുകളെ അടയ്ക്കാം. ദൈവമാണ് നമ്മളെ സഹായിക്കേണ്ടത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് ബലം തരേണ്ടത്. ഒരുപാട് പരാജയങ്ങളിലൂടെയും ഇടർച്ചകളിലൂടെയും കടന്നുപോയി കാണും. ആമേൻ. യഹോവയുടെ ഹൃദയം വേദനിക്കത്തക്ക തരത്തിലുള്ള ആത്മീക പരാജയങ്ങൾ, ശുശ്രൂഷാമണ്ഡലത്തിന്റെ തോൽവികൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണും. ആമേൻ. തമ്പുരാന്റെ ഹൃദയം വേദനിക്കത്തക്ക തരത്തിൽ ഒരുപക്ഷെ ചില തേരിന്റെ പിന്നാലെ നാം ഓടി തളർന്നവരായിരിക്കാം. എന്നാൽ ഈ രാത്രി ദൈവശബ്ദം കേൾക്കാൻ വന്ന ദൈവത്തിന്റെ മനുഷ്യ, ദൈവത്തിന്റെ ഭക്തനെ, ദൈവത്തിന്റെ ദാസിയെ, ഈ രാത്രി നിന്റെ കരങ്ങളിൽ കിടക്കുന്ന അണലിച്ചുറ്റിനെ കുടഞ്ഞു കളയാൻ ഈ രാത്രി നിനക്ക് മനസ്സുവയ്ക്കാമെങ്കിൽ ആമേൻ, ആ അണലിയെ കത്തിച്ചു കളയുന്ന ഒരു അഗ്നിയെ ഇവിടെ കത്തിക്കുന്ന ഒരു തമ്പുരാനുണ്ടെന്ന് മറന്നുപോകരുത്. ആമേൻ. ഒരു പുത്തൻ അധ്യായം നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കായി ഇന്ന് രാത്രി തുറക്കുകയാണ്. കർത്താവേ, ഇന്ന് രാത്രി മുതൽ എന്നെ പരാജയപ്പെടുത്തിയത് ഉൾപ്പെടെ ഞാൻ കണ്ട ആത്മമണ്ഡലത്തിന്റെ അർദ്ധനാദിയാസിയാര അധികാരങ്ങളെ, വാഴ്ചകളെ, ആധിപത്യങ്ങളെ, പ്രഭുത്വങ്ങളെ, കർത്തൃത്വങ്ങളെ ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ വെട്ടാൻ തയ്യാറായി. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞാൻ എഴുന്നേൽക്കാൻ മനസ്സ് വയ്ക്കുന്നു. അങ്ങന്റെ നാവിനെ ബലപ്പെടുത്തണമേ, അങ്ങന്റെ കരത്തെ ശക്തീകരിക്കണമേ, അങ്ങന്റെ ഉള്ളത്തെ ആമേൻ ഇന്ന് രാത്രി നിറയ്ക്കണമേ. പ്രാർത്ഥനയുടെ ശബ്ദങ്ങളും വചനങ്ങളും കൊണ്ട് ഈ രാത്രി എന്റെ നാവിനെ അഭിഷേകം ചെയ്യണമേ എന്ന് ഈ രാത്രി പ്രാർത്ഥിച്ചാട്ടെ. സാധാരണമായ പ്രാർത്ഥനയുടെ പോരാട്ടത്തിനായി ഈ തലമുറയിൽ ഇന്ന് രാത്രി ഞാൻ എന്നെ സമർപ്പിക്കുന്നെന്ന് ലജ്ജയില്ലാതെ എത്ര പേർക്ക് പറയാൻ കഴിയുന്നു? ദുരഭിമാനമില്ലാതെ ഇന്ന് രാത്രി ആമേൻ വചനത്തിന്റെ മുൻപാകെ സമർപ്പിക്കാൻ ഈ രാത്രി എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ആമേൻ. അർദ്ധമാനഘടകസിയാര പ്രവാചകൻ ആമേൻ രാത്രി മുഴുവനും ഉറങ്ങാതെ വിലപിച്ചത് ആമേൻ യഹോവയുടെ ഹൃദയത്തിന്റെ നൊമ്പരമറിഞ്ഞിട്ടാണെങ്കിൽ ആമേൻ ഈ രാത്രി പ്രാർത്ഥിക്കുക. കർത്താവേ, വർത്തമാന കാലഘട്ടത്തിൽ യഹോവയുടെ ഹൃദയത്തിന്റെ നൊമ്പരമറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ആത്മാവിനെ ഈ രാത്രി എന്റെ മേൽ പകരുക. പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ. വചനം നിന്റെ അകത്തെ സ്പർശിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ അധരത്തിന് അടച്ചു വെക്കാൻ കഴിയത്തില്ല. വചനം നിന്റെ ആമേൻ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ നാവിനെ അടയ്ക്കാൻ നിനക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി ആ വചനത്തിലൂടെ നിന്റെ മേൽ വ്യാപരിച്ചത് പ്രാർത്ഥനയുടെ വരമാണ്. ആ വചനം ഈ രാത്രി നിന്റെ മേൽ പകർന്നത് പ്രാർത്ഥനയുടെ ആത്മാവിനെയാണ്. ആ വചനത്തിന്റെ സത്യം ഈ രാത്രി നമ്മുടെ മേൽ പകർന്നത് പ്രാർത്ഥനയുടെ വരമാണെങ്കിൽ ആമേൻ കാരാഗ്രഹങ്ങളെ പ്രാർത്ഥനാമുറികളാക്കി സഭകളെ പണിയുന്ന അതേ പ്രിയരെ ഈ രാത്രി നീ അനുഭവിക്കുന്ന സകല പ്രതികൂലങ്ങളുടെ തടവറകൾക്കകത്തും ഈ രാത്രി സഭകളെ പണിയുന്ന ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് ഈ രാത്രി ചലിച്ച് ഇറങ്ങുകയാണ്.
അധികാരങ്ങളോട് പോരാടുന്ന, വാഴ്ചകളോട് പോരാടുന്ന, അന്ധകാര മണ്ഡലങ്ങളോട് പോരാടുന്ന, നിന്റെ ശുശ്രൂഷയുടെ മുൻപിൽ നിൽക്കുന്ന ഇരുട്ടിന്റെ മറകളെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുന്ന അതിശക്തമായ പ്രാർത്ഥനയുടെ ആത്മാവ് ഈ പ്രാരംഭ മണിക്കൂറിൽ നിന്റെ മേൽ ഈ രാത്രി ഇറങ്ങി വരട്ടെ. വെളിപ്പാടിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന, ജ്ഞാനത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന, വചനത്തിന്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്ന, വചനത്തിന്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോരാളി ഈ രാത്രി നമ്മുടെ ഉള്ളിൽ ചലിക്കട്ടെ. ഏഴെമിറേറ്റ്സിലേക്കും ഈ രാത്രി പ്രാർത്ഥനയുടെ ആത്മാവിനെ സ്വർഗം അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സഭകൾ ഈ രാത്രി വിശാലപ്പെടാൻ പോകുന്നതിനായി, അഭിഷിക്തന്മാർ അസാധാരണമായ ആത്മപകർച്ചയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിനായി കത്തട്ടെ, കത്തട്ടെ, കത്തട്ടെ. വചനമുള്ളത്തിൽ കത്തിച്ചവൻ ഈ രാത്രി പ്രാർത്ഥനയുടെ ആത്മാവിൽ കത്തട്ടെ. ഒരു തലമുറ എഴുന്നേൽക്കട്ടെ, ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥന പോരാളികളെ ഒരു തലമുറ ഈ രാത്രി എഴുന്നേൽക്കട്ടെ. ഉടവർത്തി മനകർത്തി മനകക്ഷി വലകർത്തി മനകപ്പ വരയത്തി ജനകത്തി അടകക്ഷി വനകർമ്മ ദലകച്ച ദലകപ്പരാധന അടക നഗദിനി അടമ ധിനാജി ധനം പ്രഭു ദലകസി ധാന റിവാനകടക അടക ചനപ്രഭ തൽഖമന ഹസ്തജാന വേദകർമ്മി ധാനകക്ഷി ധാനകട്ട വലകച്ചാന. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവിക അധികാരങ്ങൾക്ക് വിരോധമായി ചലിക്കുന്ന ചില തേരുകളുടെ മുന്നേ ആകാശത്തെ തുറന്ന് വെള്ളവും അഗ്നിയും ഇറക്കുന്ന അസാധാരണ നിയോഗമുള്ള ഒരു തലമുറ ഈ രാത്രി ഇതിനകത്ത് പുറത്തു വരട്ടെ. നിന്റെ ശുശ്രൂഷകളുടെ പുതപ്പിനെ മാറ്റിക്കളഞ്ഞ് ചില വെല്ലുവിളികളെ മാറ്റിക്കളയുന്ന അതിശക്തമായ പ്രാർത്ഥനയുടെ ആത്മാവ് ഈ രാത്രി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. Akamana sete mene hashare kamadanaya laidi biri kamal kama sete ni ribishi alaradana adebe seke mana handuni dula janadiya leke masham dhanari balagadagaragasiara ade kartave തിരുനിവാസത്തിങ്കൽ പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു പോരാളിയായി ഈ രാത്രി ഞാൻ എഴുന്നേൽക്കുകയാണ്. എന്റെ കണ്ണിന് വിശ്രമമില്ലാതെ, എന്റെ അതരം അടയ്ക്കാൻ കഴിയാതെ വചനം എനിക്ക് നൽകുന്ന ഉൾക്കാഴ്ചയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, ദിക്കുകളോട് കൽപ്പിക്കുന്ന, രാജ്യങ്ങളോട് പ്രവചിക്കുന്ന അതിശക്തമായ ഒരു പ്രാർത്ഥനയുടെ അഗ്നി പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും ഫലങ്ങളാലും നിറയപ്പെട്ട ആമേൻ ആത്മാവിന്റെ അഗ്നിച്ചൂടിൽ പ്രവാചകന്മാരുടെ ആമേൻ അധികാരമേറ്റെടുത്തോടുന്ന ഒരു തലമുറ ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ, ആമേൻ, എഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രി സാമുവേലുമാരെ ഗർഭം ധരിക്കുന്ന ആമേൻ പ്രാർത്ഥന പോരാളികൾ എഴുന്നേൽക്കുക. മ്ലേച്ഛതയുടെ കൊരിന്തിനകത്ത് ദൈവസഭ പണിയാനുള്ള അധികാരം, എഫേസോസ് പട്ടണത്തിനകത്ത് വിശുദ്ധന്മാരെ സൃഷ്ടിക്കുന്ന ദൈവിക അധികാരം, എല്ലാ നാവും ചലിക്കട്ടെ, എല്ലാ നാവും ചലിക്കട്ടെ, എല്ലാ അധരങ്ങളും തുറക്കട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവ് ഒന്നുപോലെ ഒന്നുപോലെ സകലരുടെ മേലും നഷ്ടപ്പെടുന്നത് തിരികെ പിടിക്കുന്ന ആമേൻ കഴിഞ്ഞു പോയി എന്ന് നീ ചിന്തിച്ചു ഭാരപ്പെടുന്ന ചില മണ്ഡലങ്ങളെ ആമേൻ തിരിച്ചു പിടിക്കുന്ന ദിവസങ്ങളായി Sadhanaria legemana hastajana dhubara garmana adaba pravasiya managacharadana thibal karmaveda
പ്രാർത്ഥനയ്ക്കായി ഈ രാത്രി സ്വർഗം പറയട്ടെ, അവൻ പ്രാർത്ഥിക്കുന്നെന്ന്. പ്രാർത്ഥിച്ച പൗലോസിനെ കുറിച്ച് അനനിയാസിനോട് അവൻ പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞ സ്വർഗം ഈ രാത്രി നിന്നെ കുറിച്ചും എന്നെ കുറിച്ചും അവൻ അനനിയാസുമാരോട് പറയട്ടെ, അവൻ പ്രാർത്ഥിക്കുന്നു. ഓ, എത്ര കരങ്ങൾ ഈ രാത്രി സ്വർഗത്തിലേക്ക് ഉയരും. എന്റെ രാത്രിയാമങ്ങൾ കർത്താവേ, ആത്മമണ്ഡലത്തിൽ വെളിപ്പാടോടെ നിന്ന് പ്രാർത്ഥിച്ച് കത്തുന്ന ഒരു പ്രാർത്ഥനയുടെ അഗ്നി പ്രാപിക്കേണ്ടതിന് ഇന്ന് രാത്രി എന്റെ കരങ്ങൾ ഞാൻ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്നെന്ന് പറയുന്ന എന്റെ രാത്രികൾ, എന്റെ മുറിക്കകത്ത് പ്രാർത്ഥനയുടെ ആത്മാവിന്റെ ചലനം ഞാൻ അറിയട്ടെ. പ്രാർത്ഥനാ പോരാളികളെ എഴുന്നേൽപ്പിനായുള്ള ഈറ്റുനോവ് കൊണ്ട് ഈ രാത്രി ഞങ്ങളെ നിറയ്ക്കണമേ. എത്ര കരങ്ങൾ ഈ രാത്രി ഉയരും. അങ്ങയുടെ പക്കൽ നിന്നൊരു നിയോഗം ഏറ്റെടുക്കാൻ ഞങ്ങളെ സമർപ്പിക്കുമെന്ന് പറയാം. പ്രാർത്ഥനയുടെ മടുപ്പുകൾ, പ്രാർത്ഥനയുടെ അലസതകൾ, പ്രാർത്ഥനയുടെ വിരസതകൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഉപേക്ഷിക്കുമെന്ന് പറയാം. എന്റെ മുറിക്കകത്ത് പ്രാർത്ഥന പായയിൽ ഒരു യുദ്ധം വെളിപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കാം. അധികാരങ്ങളെ തിരിച്ചറിഞ്ഞ്, ആത്മമണ്ഡലത്തെ തിരിച്ചറിഞ്ഞ്, വാഴ്ചകളെ തിരിച്ചറിഞ്ഞ് പൊരുതാൻ രക്തം. എത്ര കരങ്ങൾ ഉയരും. പ്രിയപിതാവേ, ഉയർത്തപ്പെട്ട സകല കരങ്ങളുടെ ഉടമസ്ഥർക്കായും സ്തോത്രം ചെയ്യുന്നു. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോരാളികൾ ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദീർഘമായ കാലയളവ് ഒരുപക്ഷെ ശുശ്രൂഷയിൽ കത്തിയെങ്കിലും പിന്നീട് ആമേൻ പ്രതികൂല സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പ്രാർത്ഥനകൾ നിന്നുപോയ ആമേൻ വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രി അങ്ങയുടെ പ്രാർത്ഥനയുടെ ആത്മാവിനെ പകരുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അവരെ ദൈവാത്മാവ് തിരികെ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രി അത്ഭുതങ്ങളെ ചെയ്യും. ഇൻ ജീസസ് നെയിം. എത്ര പേര് ആമേൻ പറയും? എത്ര പേര് ആമേൻ പറയും? പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അടിയങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ കർത്താവേ മുൻപേ കേട്ടതുപോലെ അടിയങ്ങളുടെ നിന്ദകളെ മാറ്റുവാന്, അടിയങ്ങളുടെ പരിഹാസങ്ങളെ മാറ്റുവാന്, അടിയങ്ങളുടെ വേദനകളെ മാറ്റുവാന് ഏറിയ നാളുകളായി അങ്ങയുടെ സന്നിധിയിൽ അടിയങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവേ, സ്വർഗത്തിന്റെ കീഴിൽ ഈ ദിവസങ്ങളിൽ അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി കടന്നു വരുമ്പോൾ അങ്ങ് അടിയങ്ങളെ ഓർക്കുന്ന ദൈവമാകിയാൽ അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഒരു ഹന്നയുടെ നിന്ദയെ മാറ്റിയ കർത്താവ് ഇന്നും അടിയങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് പറയുവാൻ, ഒരു ശമൂവേലിനെ നൽകുവാൻ അങ്ങേക്ക് ഹിതം തോന്നിയെങ്കിൽ അടിയങ്ങളുടെ വേദനകളെ മാറ്റുന്ന, അടിയങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റുന്ന, അടിയങ്ങളുടെ നിന്ദകളെ മാറ്റുന്ന, അടിയങ്ങളെ ഞെരുക്കുന്ന പോരാട്ട ശക്തികളുടെ മേൽ കർത്താവ് ജയം കൽപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഈ ദിവസങ്ങളിൽ അടിയങ്ങളുടെ നടുവിൽ നിന്ന് ഉയരുവാൻ പോകുന്നത് ഓർത്ത് അടിയങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. യഹോവ എത്ര നല്ലവെന്ന് ദേശവാസികൾ പറയുവാൻ തക്കവണ്ണം അങ്ങ് ഈ പ്രാർത്ഥനാ സംഗമത്തെ ഇടയാക്കുവാൻ പോകുന്നത് ഓർത്ത് അടിയങ്ങളെ സ്തുതിക്കുന്നു. ഈ 3 ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ഈ പ്രാർത്ഥനാ കോൺഫറൻസിനെ അങ്ങയുടെ തിരുക്കരം വെച്ച്, അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം വെച്ച് അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി അങ്ങയുടെ നീതി വെളിപ്പെടുത്തുന്നതിനാൽ അടിയങ്ങളെ മഹത്വപ്പെടുത്തുന്നു. കടന്നു വന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, കടന്നു വന്ന് കർത്താവേ വചനം ഘോഷിക്കുന്ന അങ്ങയുടെ ദാസന്മാരെ അങ്ങയുടെ അഭിഷേകത്താൽ പ്രാർത്ഥനാത്മാവിനാൽ നിറച്ചു പിന്നെയും ദേശത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കുവാൻ അങ്ങിടയാക്കുന്നതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ.
വയലു വിളയണ കാഴ്ച കണ്ടൻ കണ്ണു കുളിരുമ്പോൾ ഞാൻ വചനമോർക്കുന്നു, ദൈവ വചനമോർക്കുന്നു. വയലു വിളയണ കാഴ്ച കണ്ടൻ കണ്ണു കുളിരുമ്പോൾ ഞാൻ വചനമോർക്കുന്നു, ദൈവ വചനമോർക്കുന്നു. കൊയ്ത്തിന്റെ നാളുകളെണ്ണി വയലു നിറയുന്നു, സ്വർണ്ണ കതിരു കായ്ക്കുന്നു. വെയിലും മഴയുമേറ്റ് കതിരുവാടുന്നു, വലിയ വയലു പാടുന്നു. സുവിശേഷ വേല ചെയ്യാൻ വാ, നല്ല യജമാന്റെ സേവ ചെയ്യാൻ വാ. സ്ഥാനമാന കൂടുവിട്ട് വാ, നല്ല ശിഷ്യനായി ക്രൂശുമേന്തി വാ. ദൈവരാജ്യം കടുക് മണി പോലെ നിധി ഒളിപ്പിച്ച വയലു പോലെ ആരും കൊതിക്കുന്ന മുത്തുപോലെ കാത്തു നീക്കുന്ന മണവാട്ടി പോലെ. അതുകൊണ്ട് സമയമില്ല എന്നു ചൊല്ലി മറുതലിക്കല്ലേ, നീ അലസനാവല്ലേ. കള്ളനെ പോൽ കൊള്ള നേടാൻ നാഥൻ വന്നിടുമേ, നിന്റെ കണക്ക് തീർത്തിടുമേ. സുവിശേഷ വേല ചെയ്യാൻ വാ, നല്ല യജമാന്റെ സേവ ചെയ്യാൻ വാ. സ്ഥാനമാന കൂടുവിട്ട് വാ, നല്ല ശിഷ്യനായി ക്രൂശുമേന്തി വാ. പ്രിയ കർത്താവേ, അവിടുത്തെ ഹൃദയനൊമ്പരങ്ങളെ അറിഞ്ഞ് അങ്ങയോട് പ്രതികരിപ്പാൻ നിന്റെ ജനത്തിന് നൽകിയ അവസരത്തിനായി സ്തോത്രം. അടിയങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം. കർത്താവേ, പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കൈകൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ ഞാൻ ഇവിടെ വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരേണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക് നിമിത്തം എഴുന്നേറ്റവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിലൊരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. പ്രാർത്ഥനയെക്കുറിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കോൺഫറൻസ് ഇപ്രകാരം നടത്തുവാൻ ദൈവത്താൽ പ്രേരിപ്പിക്കപ്പെട്ട ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവരുടെ അധ്വാനത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു.
ഈ ദേശത്ത് ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ബഹുമാന്യനായ പാസ്റ്റർ വിൽസൺ ജോസഫ്, പാസ്റ്റർ കെ.ഒ. മാത്യു, മറ്റ് അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, എനിക്ക് പ്രിയരും സ്നേഹിതരുമായ കൂട്ടുവേലക്കാർ, സഹോദരീ സഹോദരന്മാർ, മിത്രങ്ങൾ, നാട്ടിൽ നിന്ന് വന്ന അനുഗ്രഹീതരായ അഭിഷിക്തന്മാർ, എല്ലാവർക്കായും ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 25 വർഷത്തിൽ കൂടുതലായി ഞാൻ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവിനോട് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. 1-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുക. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ ആവർത്തിച്ച് പറയാറുള്ള വാചകങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്. അതൊരു പുസ്തകത്തിൽ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്, അത് ഞാൻ ആവർത്തിക്കുകയാണ്. ശിഷ്യന്മാർ യേശുവിനോട് മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. വാസ്തവത്തിൽ പ്രസംഗിക്കുവാനാണ് യേശു കർത്താവ് അവരെ അയച്ചത്. എന്നാൽ പ്രസംഗം പഠിപ്പിക്കണമേ എന്നവർ ആവശ്യപ്പെട്ടില്ല. പാടാൻ പഠിപ്പിക്കണമേ എന്നവർ ആവശ്യപ്പെട്ടില്ല. ഭൂതങ്ങളെ പുറത്താക്കാൻ പഠിപ്പിക്കണമേ എന്നും അവർ ആവശ്യപ്പെട്ടില്ല. അവർ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, അത് പ്രാർത്ഥനയാണ്. അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. എല്ലാവർക്കും നിസ്സാരമെന്ന് തോന്നുന്ന കാര്യമാണ് ശിഷ്യന്മാർക്ക് പ്രധാനമെന്ന് തോന്നിയത്. ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു ജോലിയാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കാത്ത ആരും തന്നെ കാണുകയില്ല. നിരീശ്വരവാദികളും എന്നെങ്കിലും ഒരിക്കൽ പ്രാർത്ഥിച്ച് കാണുമെന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ ദൈവമേന്ന് അറിയാതെ ഒരുത്തം വിളിച്ചാൽ അത് പ്രാർത്ഥനയാണ്. അപ്പൊ പ്രാർത്ഥിക്കാൻ അറിയാത്ത ആരാ ഉള്ളേ? ഒരു ഗ്രാമറും ഇല്ലെങ്കിലും പ്രാർത്ഥിക്കാം, ഒരു വേദജ്ഞാനം ഇല്ലെങ്കിലും പ്രാർത്ഥിക്കാം. ദാവീദ് ഒരു മല കയറുമ്പോൾ ഒരൊറ്റ നിലവിളി, ദൈവമേ അഹീത്തോപ്പേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കണമേ. ആ ഒരൊറ്റ വാക്ക് ഭയങ്കര എഫക്റ്റ് ഉണ്ടാക്കി. പ്രാർത്ഥന അത്രയേ ഉള്ളൂ പ്രാർത്ഥന എങ്കിൽ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ഈ ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞത്? അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ നാം വിചാരിക്കുന്ന അത്ര ഈസി അല്ല പ്രാർത്ഥന. നാം വിചാരിക്കുന്ന അത്ര ലളിതമല്ല പ്രാർത്ഥന. നാം വിചാരിക്കുന്ന അത്ര നിസ്സാരമല്ല പ്രാർത്ഥന. നാം മനസ്സിലാക്കിയതിനേക്കാൾ, നാം പരിചയിച്ചതിനേക്കാൾ, നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠവും കഠിനവുമായ ഒരു അധ്വാനം തന്നെ പ്രാർത്ഥനയ്ക്ക് ഉണ്ട്. അത് യേശു കർത്താവിനോട് തന്നെ അവർ ചോദിച്ചതിനാൽ ഭൂമിയിൽ ആൾക്കും അത് പഠിപ്പിക്കാൻ കഴിയുകയില്ലെന്നും വ്യക്തമാണ്. യേശു കർത്താവിനോട് തന്നെ അവരത് ചോദിച്ചതിനാൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാനുള്ള വരം, കൃപ, പരിശീലനം നൽകാൻ കർത്താവിനെ തന്നെ സമീപിക്കണം. കർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കണം. കർത്താവിനെ ആശ്രയിക്കല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകുകയില്ല. ശിഷ്യന്മാർ യേശുവിനോട് ആവശ്യപ്പെട്ടു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. ഈ കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ ബന്ധപ്പെട്ട് വന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കണം, കർത്താവേ എന്നെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, എന്നെ ഒരു പ്രാർത്ഥനയിലേക്ക് നയിക്കണമേ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് മാറ്റണമേ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് പണിയണമേ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം വരുത്തി തരണമേ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്കൊരു പുരോഗമനം തരണമേ,
എൻ്റെ പ്രാർത്ഥനയിൽ എനിക്കൊരു നേട്ടം, ഉയർച്ച ഈ ദിവസങ്ങളിൽ നൽകണമേ എന്ന് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. എങ്കിൽ അവൻ നിങ്ങളെ പഠിപ്പിക്കും. അവർ പറഞ്ഞപ്പോൾ തന്നെ യേശു ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയാതെ, നാളെ വരാൻ പറയാതെ, അപ്പം തന്നെ യേശു പഠിപ്പിക്കാൻ തുടങ്ങി. കാരണം യേശു ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന വിഷയം അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് അത് പഠിപ്പിക്കാൻ ഉത്സാഹത്തോടെ സമയമെടുത്ത് അവരെ പഠിപ്പിച്ചു. യേശു കർത്താവ് മറ്റൊന്നും പഠിപ്പിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. പുസ്തകത്തിൽ പരിശോധിച്ചിട്ട് ഗിരിപ്രഭാഷണമൊക്കെ ഉണ്ട്, എങ്കിൽ പോലും ഒരു എഴുതിക്കൊടുത്ത് പഠിപ്പിച്ചതായിട്ട് വേറെ ഒന്നും കാണുന്നില്ല. ഇത്ര ഇമ്പോർട്ടൻസ് കർത്താവ് ഇതിനെ കൊടുത്തു എങ്കിൽ ഇത് ചെറിയ കാര്യമല്ല എന്ന് ദൈവജനം അറിയട്ടെ. ഈ തലമുറയിലുള്ള വിശ്വാസികൾ, ദൈവദാസന്മാർ ഈ സത്യം അറിയട്ടെ. ഇന്ന് പകലിൽ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനുമായിട്ട് സന്ദർഭവശാൽ ഒരു 15 മിനിറ്റ് വർത്തമാനം പറയാൻ അവസരം കിട്ടി. എന്തോ പറഞ്ഞു വന്ന കൂടെ ഞങ്ങൾ ആത്മീയമായ ആഴമുള്ള വിഷയങ്ങളിലേക്ക് പോകാനിടയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം എന്നോട് പറഞ്ഞു. ചില പ്രത്യേക സാഹചര്യത്തിലൂടെ ദൈവം നടത്തിയപ്പോഴാണ് ദൈവവിളിയുടെ പ്രാഥമിക ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിഞ്ഞത്. ദൈവവിളിയുടെ, ഒരു ദൈവവേലക്കാരനെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിയുടെ പ്രാഥമിക ഉദ്ദേശം തന്നോട് കൂടെ ഇരിക്കുക, തന്നോട് കൂടെ ഇരിക്കുവാനും പിന്നെ മറ്റു പല കാര്യങ്ങൾ ചെയ്യുവാനുമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഒടുവിലാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം വളരെ ചെറിയ തോതിൽ മാത്രം ചെയ്ത് ആളുകൾ മറ്റു പലതും ചെയ്യുകയാണ്. പ്രസംഗിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ 2-3 കാര്യങ്ങളാണ്. കർത്താവിനോട് കൂടെ ഇരിക്കുക എന്നത് അതിപ്രാധാന്യമുള്ള കാര്യമായിട്ട് കർത്താവ് കൽപ്പിച്ചു. പക്ഷേ ദൈവസഭയും ദൈവദാസന്മാരും അത് വേണ്ടതുപോലെ മനസ്സിലാക്കിയോ എന്ന് സംശയമാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നെന്ന് ചോദിച്ചാൽ, എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഒരു തൃപ്തിയുള്ള മുഖമില്ല, ഒരിക്കൽ പോലും ഒരു റെസ്റ്റ് കിട്ടുന്നില്ല, ഒരിക്കൽ പോലും ഒരു ആത്മീയ സമാധാനം ലഭിക്കുന്നില്ല. ചെറിയ ചെറിയ പിണക്കങ്ങളും ചെറിയ ചെറിയ അസൂയകളും ചെറിയ ചെറിയ വാശിയും മത്സരങ്ങളും എല്ലാവരുടെ ഇടയിൽ കുറഞ്ഞു കുറഞ്ഞു വരികയല്ല, കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. സത്യമായി വേണമല്ലോ നമ്മളെ വിലയിരുത്താൻ. സത്യമായി നമ്മൾ വിലയിരുത്തിയാൽ അസൂയയും പകയും പിണക്കവും ചതിയും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാത്തതിനാൽ അവനിൽ തന്നെ തൃപ്തനല്ലാതെ പോകുന്നു. അവനിൽ തന്നെ തൃപ്തനല്ലാതെ പോകുന്നു. ദൈവം എന്നെ ഏൽപ്പിച്ചതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ എൻ്റെ ദൈവം തൃപ്തനാണ് എന്നറിഞ്ഞാൽ ഞാൻ തൃപ്തനാകും. അതില്ലാത്തത് കാരണം മറ്റൊരുത്തനോട് എപ്പോഴും അസൂയയോടുകൂടെയും അസ്വസ്ഥതയോടുകൂടെ നോക്കുന്ന ഒരു കണ്ണ് എല്ലാവരിലും പിശാചങ്ങ് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം ഉള്ള മരുന്ന് ഇത്രയേ ഉള്ളൂ: കർത്താവിലേക്ക് തിരിയുക. കർത്താവിന് ഓരോരുത്തരെ കുറിച്ചും ഓരോ ഉദ്ദേശമാണ്. വിളി പൊതുവിലാണെങ്കിലും വിളി വ്യക്തിപരമാണ്. വളരെ കൃത്യമായ പദ്ധതിക്ക് വേണ്ടിയാണ് ദൈവം ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ആ പ്രത്യേക വിളിക്ക് വേണ്ടി വേറെ ആരെയും വിളിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് അവൻ തന്നെ ചെയ്യണം, അത് വേറൊരാൾക്ക് ചെയ്യാനും കഴിയുകയില്ല. എങ്കിൽ പിന്നെ അസൂയയുടെ ആവശ്യമില്ലല്ലോ, എങ്കിൽ പിന്നെ പിണക്കത്തിൻ്റെ ആവശ്യവുമില്ലല്ലോ. ആകയാൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക എന്നതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കാത്തത് ഒരു വലിയ തകർച്ചയായി ഇക്കാലഘട്ടത്തിലെ ദൈവമക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു എന്ന കാര്യം നാം അറിയാൻ വൈകരുത്. പ്രാർത്ഥനയെ വേണ്ടതുപോലെ മനസ്സിലാക്കാതിരിക്കുന്നത് മറ്റൊരു അപകടമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് തെറ്റായി മനസ്സിലാക്കുന്നത് അതിനേക്കാൾ തെറ്റായ അപകടമാണ്. നോക്കൂ, ഇന്ന് നമുക്ക് ഈ വേദഭാഗം അല്പസമയം ധ്യാനിക്കാം. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, എഴുതിയെടുത്തോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ,
ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ ശിഷ്യരോട് ഇത്രയുമേ യേശു പറഞ്ഞുള്ളൂ എന്നാണ് ഏതാണ്ട് 98% ക്രൈസ്തവരും ധരിച്ചിരിക്കുന്നത്. ഇത്രയുമല്ല പറഞ്ഞത്. കേട്ടോളൂ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ ശിഷ്യരോട് കോമായിട്ട് പറയുക. പിന്നെ അവൻ അവരോട് പറഞ്ഞത്. അപ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച യേശു 2 പാരഗ്രാഫിലാണ് പഠിപ്പിച്ചത്. ഒന്നാമത്തെ പാരഗ്രാഫ് എന്താണ്? പ്രാർത്ഥനയുടെ തിയറി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നിയമങ്ങൾ എന്ന് വിളിക്കാം. രണ്ടാമത്തേതോ പ്രാർത്ഥനയുടെ പ്രായോഗിക വശം. അപ്പൊ രണ്ടാമത്തേതാണ് വാസ്തവത്തിൽ പഠിക്കേണ്ടത്. ഒന്നാമത്തേത് പഠിച്ചില്ലെങ്കിൽ രണ്ടാമത്തേത് പഠിക്കാൻ പറ്റുകയുമില്ല. എന്നാൽ ഒന്നാമത്തേതും പഠിച്ചിട്ടില്ല. ഒന്നാമത്തേത് ഒരുപാട് പേര് മനപ്പാഠം ചൊല്ലുന്നുണ്ട്. പക്ഷെ ചൊല്ലുന്നവരാരും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ അന്ന് ചൊല്ലൽ നിർത്തും. മനസ്സിലാക്കാത്തിടത്തോളം കാലം അത് ചൊല്ലിക്കൊണ്ടേയിരിക്കാൻ നമുക്ക് സാധിക്കും. മനസ്സിലാക്കി കഴിയുമ്പോൾ അയ്യോ, ഞാൻ എനിക്ക് തന്നെ അപകടമുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ക്ഷമിച്ചിട്ടില്ലാത്തത് കൊണ്ട് എൻ്റെ കർത്താവേ എന്നോട് ക്ഷമിക്കണ്ടെന്ന് ഡെയിലി നമ്മളെ കൊണ്ട് ദൈവം പറയിപ്പിക്കുക. ദൈവം ആരാ? അത്ര മനോഹരമായിട്ടാണ് ആ പ്രാർത്ഥനയെ കർത്താവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ക്ഷമിക്കാൻ കഴിയാത്ത ഒരുത്തൻ പ്രാർത്ഥിക്കാൻ ഇട്ട പാ മടക്കുക എന്നാണ് ആ നിയമത്തിനകത്തെ പ്രധാന വ്യവസ്ഥ. അതുപോലെ തന്നെ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ദൈവ ഇഷ്ടം നടക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയും ദൈവരാജ്യം വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് 1-ാം സ്ഥാനവും പകുതി സമയവും മാറ്റിവെക്കണം എന്ന നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും നിർത്താതെ യേശു കർത്താവ് പ്രായോഗിക പ്രാർത്ഥനയിലേക്ക് പോയി. നമുക്കിന്ന് അവിടേക്ക് നോക്കാം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിതാ, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവന് വിളമ്പി കൊടുക്കാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ. ഓ, ഇതാണോ പ്രാർത്ഥന? അതെ. ഇതാണോ പ്രായോഗിക പ്രാർത്ഥന? അതെ, ഇതാണ് പ്രായോഗിക പ്രാർത്ഥന. അർദ്ധരാത്രിക്ക് നിന്റെ അടുക്കൽ വന്ന സ്നേഹിതനെ സഹായിക്കാൻ നിന്റെ സ്നേഹിതന്റെ അടുത്തോട്ട് അതേ അർദ്ധരാത്രിക്ക് നീ ഓടിപ്പോകുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. ഒരു വ്യാഖ്യാനവും ഇല്ലാതെ ഇവിടെ ഒരു